അപ്പം മച്ചാമാരെ ഇന്നലെ നമ്മുടെ ചാനലിൽ നമ്മൾ അച്ചീവ്മെന്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു പാർട്ട് 2 വീഡിയോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നു ഓറിയൻ ക്യാരന്റെ മിഷൻ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ ഓറിയൻ ക്യാരന്റെ മിഷനെ കാര്യത്തിൽ ഏറ്റവും ടഫസ്റ്റ് ആയ മിഷനായിട്ട് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടഫസ്റ്റ് ആയ മിഷൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് പോലും ടോട്ടലായിട്ട് അപ്പം 190 സംതിങ്ങോളം പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പോലും 4 പ്ലേയേഴ്സ് മാത്രമാണ് ഈ മിഷൻ കംപ്ലീറ്റ് ആവുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ടഫസ്റ്റ് ആയ മിഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഞാനിവിടെ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അപ്പം ഞാൻ ചെയ്തതിൻ്റെ വളരെയധികം സിമ്പിളായിട്ട് നിങ്ങൾക്ക് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാക്കാരം നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഫുൾ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതിൽ വേണ്ടി നമ്മൾ ക്യാരക്ടർ സ്കിൽ കോംബോ സെറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൽ ഫസ്റ്റ് തന്നെ വേണ്ട നമ്മൾ ഓറിയൻ ക്യാരക്ടറാണ്. അപ്പോൾ ഓറിയൻ ക്യാരക്ടർ എല്ലാവരും സെലക്ട് ചെയ്യും, അത് എനിക്കറിയാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഓറിയൻ്റെ കോംബോ ആയിട്ട് നമ്മൾ മിഗ്ഗൽ ക്യാരക്ടറിനെ ആഡ് ചെയ്യാം. മിഗ്ഗൽ ക്യാരക്ടറിൻ്റെ പവർ എന്താ വെച്ചാൽ ഓരോ എനിമിനെ നമ്മൾ കില്ല് ചെയ്യുകയാണ് നമുക്ക് 200 EP കിട്ടും. അപ്പോൾ 200 EP കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഓറിയൻ ക്യാരക്ടറിൻ്റെ സ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. വളരെയധികം യൂസ്ഫുൾ ആയ ഒരു കോംബോ ആണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ക്യാരക്ടർ സ്കിൽ കോംബോയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈറോസ് ക്യാരക്ടറിൻ്റെ സ്കില്ലാണ്. കൈറോസ് ക്യാരക്ടറിൻ്റെ സ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറയാൻ നല്ല കുറേ അധികം പവറുള്ള സ്കില്ലാണ്. എങ്കിൽ പോലും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ക്യാരക്ടറിൻ്റെ പോലെ തന്നെ EP തരുന്ന സ്കില്ലാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ EP തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓറിയൻ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറും ഈ ക്യാരക്ടർ സ്കില്ല്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൈറോസ് ക്യാരക്ടറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പെറ്റിലേക്ക് പോകാൻ നമ്മൾ ഏജന്റ് ഹോപ്പിനെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എവറി സോണ് നമ്മൾ ശ്രിങ്കിങ് ആണ് ടൈമിൽ നമുക്ക് 50 EP വീതം കിട്ടും. അതൊന്നും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ജോസഫ് ക്യാരക്ടറിൻ്റെ സ്കില്ലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കില്ല് ആഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ ലാസ്റ്റ് ആയിട്ട് ലോഡ് ഔട്ടിൽ നിങ്ങൾ ബോൺഫയർ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ ബോൺഫയർ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. ബോൺഫയർ ഇല്ലെങ്കിൽ ബോൺഫയർ പർച്ചേസ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. ബോൺഫയർ എന്തായാലും വേണം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മൾ BR ക്ലാസിക് ആട്ടോ. അപ്പോൾ ക്ലാസിക് ആണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്ത് പോകാൻ നിൽക്കാതിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ വേണ്ട മാപ്പ് നമുക്ക് നോക്കണം ബെർമുഡ ഓൺലി ആട്ടോ. ബെർമുഡയിലാണ് ഈ ട്രിക്ക് വർക്കാകാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ മറ്റുള്ള മാപ്പുകളൊക്കെ അൺടിക്ക് ചെയ്യുക. അപ്പോൾ ടിക്ക് മാർക്ക് കാണാൻ പറ്റും. അത് ഫുള്ളി നമ്മൾ അൺടിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബെർമുഡ മാപ്പിൽ മാത്രമേ നമുക്ക് ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ബെർമുഡ മാപ്പ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് നേരെ ഡയറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ നമുക്ക് റാൻഡം ആയിട്ട് ഏതെങ്കിലും മാപ്പ് പകരം കിട്ടുക. അപ്പോൾ ബാക്കി 4 മാപ്പിൽ നിന്ന് ഏതെങ്കിലും റാൻഡം ആയ മാപ്പ് പകരം കിട്ടുക. അതുകൊണ്ട് തന്നെ ബെർമുഡ മാപ്പിൽ മാത്രം ടിക്ക് കൊടുത്ത ശേഷം മാത്രമേ നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക. ആ ടൈമിലാണ് ബെർമുഡ മാപ്പ് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ അധികം ടൈം നമുക്ക് ഇതുവഴി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഓറിയൻ ക്യാരക്ടറിന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാൻഡ് ചെയ്യേണ്ടി നമ്മളെ ബെർമുഡ മാപ്പിൽ പീക്കിലാണ്. അപ്പോൾ പീക്കിലാണ് നമ്മൾ ലാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ബ്രോ പീക്കിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെഡ് ആവില്ല ബ്രോ, മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പല ആൾക്കാരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പ്ലേ ചെയ്യുന്നത് ക്ലാസിക് ആണ്. അപ്പോൾ ക്ലാസിക്കിൽ നല്ല പ്ലേയേഴ്സ് വരാൻ ചാൻസ് ഇല്ല, മാക്സിമം നല്ല പ്ലേയേഴ്സ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ ലോബി നോക്കിയതാണ്. ലോബിയിൽ നോക്കിയ ടൈമിൽ മാക്സിമം അപ്പോൾ ഏകദേശം 75% ഉള്ള ആൾക്കാർ ബോട്ട് പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സീനില്ല. അപ്പോൾ ഞാൻ എങ്ങനെ പ്ലേയേഴ്സിൻ്റെ റാങ്ക് നോക്കാമെന്നൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് BRന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ പ്ലേയേഴ്സിൻ്റെ ലെവലോ അല്ലെങ്കിൽ നമുക്ക് റാങ്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുക. അത് നമുക്ക് ബോട്ട് പ്ലെയറിനെ എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ ബോട്ട് പ്ലെയർ അപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണാൻ ബോട്ട് പ്ലെയർ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഞെക്കി പൊട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടോ, പക്ഷെ നമുക്ക് ഡാമേജ് ഒന്നും കാര്യമായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാണ് ബോട്ട് പ്ലെയർ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് നമ്മൾ ഈ ഗാർഡൻ മണ്ണിൽ ഈ സ്ഥലത്താണ് എത്തേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ട് പ്ലെയറിനെ കാണുന്ന ടൈമിൽ ഒരിക്കലും നമ്മൾ ഷൂട്ട് ചെയ്യുക, ഒരു ആക്ഷൻ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നേരെ പതിയെ നമ്മൾ ഗാർഡന്റെ അകത്തേക്ക് കയറാം. അപ്പോൾ ഇതുപോലെ കയറാം. ആ ടൈമിൽ നമ്മൾ ബോട്ട് പ്ലെയർ നമ്മളെ പിന്നാലെ പതിയെ കയറി വരും കേട്ടോ. അപ്പോൾ കയറി വരുന്നില്ല നിങ്ങൾ കുറച്ചുകൂടി മുന്നിലേക്ക് അപ്പോൾ ബോട്ട് പ്ലെയറിന്റെ അടുത്തേക്ക് പോവുക. വീണ്ടും നിങ്ങൾ നേരെ പതിയെ ഗാർഡന്റെ അകത്തേക്കായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നമ്മൾ പിന്നാലെ ഫോളോ ചെയ്തുകൊണ്ട് നേരെ വരുന്നത് ആരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 പ്ലെയറിനെ കൊണ്ടുവരുന്നുണ്ട്. ഗാർഡന്റെ അകത്തേക്ക് 2 പ്ലെയറിനെ വരും. അവിടെ തന്നെ ഒരു സൈഡിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ബ്ലോക്ക് ചെയ്യുക, ഫസ്റ്റ് തന്നെ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് സൈഡ് ഞാൻ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലോക്ക് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കാലിൽ 2 ഗ്ലൂ വാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗാർഡന്റെ വഴി നോക്കിക്കൊണ്ടാണ് ബ്ലോക്ക് ചെയ്തിട്ടോ. അപ്പോൾ അത് മിസ്റ്റേക്ക് ആയി. അത് കാരണം ആ ഗ്യാപ്പ് അവിടെ ഒരു ഗ്യാപ്പ് കണ്ടു. അപ്പോൾ അതുമായി നമ്മൾ ബോട്ട് പ്ലെയർ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ബോട്ട് പ്ലെയർ മാത്രമായിട്ടുണ്ട്. അപ്പോൾ മറ്റവനെ പിടിക്കാൻ കിട്ടുമോ അറിയില്ല കേട്ടോ. അപ്പോൾ അവനൊക്കെ ഓടി എങ്ങോട്ട് എത്തി, ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് എത്തിയെന്നാവും. അപ്പോൾ അങ്ങനെ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്, പേടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും നമ്മൾ ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ക്ഷമയോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ഷമയോട് കൂടി പ്ലേ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനത് വീഡിയോക്ക് ലെങ്ത് ആവാൻ കാരണം തന്നെ ഞാൻ അതിലെ എല്ലാ തെറ്റുകളും ഞാൻ ഇവിടെ
കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ മിസ്റ്റേക്കിന് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരോട് കൂടെ ഓൾഡ് ടൈമിൽ നമ്മൾ വീണ്ടും ബോട്ട് പ്ലേയേഴ്സ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ട് പ്ലേയേഴ്സ് കയറി വന്നിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവന്മാർ ഷൂട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഡാമേജ് കിട്ടും. അപ്പോൾ ഇവന്മാർ ഷൂട്ട് ചെയ്തുകൊണ്ട് നമ്മളെ കയ്യിലുള്ള EP ഫുള്ള് HP ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ EP അല്ല, നമുക്ക് ഓറിയൻകാരൻ്റെ സ്കിൽ യൂസ് ചെയ്യാൻ യാതൊരു വഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡാമേജ് കിട്ടാൻ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ നോക്കാം. മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓറിയൻ ക്യാരക്ടർ അല്ല നമ്മുടെ കൈറോസ് ക്യാരക്ടറൊക്കെ ജനറേറ്റ് ചെയ്ത് തരുന്ന EP ഫുള്ളി HP ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ പിന്നെ നമുക്ക് ഓറിയൻ ക്യാരക്ടറിൻ്റെ സ്കില്ല് യൂസ് ചെയ്യാൻ യാതൊരു വഴിയില്ലാതെ ആവട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മളെ പീക്കിൽ ഇതുപോലെ തന്നെ കുറേ അധികം സൈബർ മഷ്റൂം ഒക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ നോർമൽ മഷ്റൂം ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വേഗം പോയിക്കൊണ്ട് നമ്മൾ ഈറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളി എപ്പോൾ നമ്മൾ EP നമ്മളെ ഓറിയൻ ക്യാരക്ടർ യൂസ് ചെയ്യാൻ പറ്റുന്ന EPs നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഒരു വട്ടം നമുക്ക് യൂസ് ചെയ്യേണ്ടതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വീണ്ടും നമുക്ക് ബോട്ട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വീണ്ടും പതിയെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് ഉണ്ടാവും, നമ്മളെ പിന്നാലെ തന്നെ നമ്മളെ ബോട്ട് പ്ലെയർ കയറി വരുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കാണിച്ചതാണ്. അപ്പോൾ വീണ്ടും അപ്പോൾ ലോങ്ങിൽ കിടക്കുന്ന ബോട്ട് പ്ലേയേഴ്സ് ഒന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഡിസ്റ്റൻസ് അപ്പോൾ നമ്മളെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്ത ശേഷം നമ്മൾ കയറാൻ നോക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാം. ആ ടൈമിൽ മാത്രമേ നമ്മൾ ബോട്ട് പ്ലെയറുടെ കാര്യങ്ങൾ മനസ്സിലാവട്ടെ. അപ്പോൾ നമ്മൾ പിന്നാലെ ഫോളോ ചെയ്ത് വരാം. അപ്പോൾ ഈ ബോട്ട് പ്ലെയർ നമ്മൾ പിന്നാലെ ഫോളോ ചെയ്ത് വരേണ്ടതായിരുന്നു, പക്ഷേ മറ്റൊരു ബോട്ട് പ്ലെയർ അവനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാർ തമ്മിൽ എപ്പോൾ നോക്കിയാലും ഫൈറ്റാണ്. അപ്പോൾ സീനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ ടൈമിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചില ടൈമിൽ ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ 2 ബോട്ടിനെ കയറ്റെങ്കിൽ പോലും അവന്മാർ തമ്മിൽ ഫൈറ്റ് ചെയ്യാതെ നോക്കുക. അപ്പോൾ ഗ്ലൂ വാളൊക്കെ ഇട്ടുകൊണ്ട് കവർ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവന്മാരെ തമ്മിൽ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആണ് നേരെ അതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ബോട്ട് പ്ലെയർ വരുന്നില്ല ഒരു പ്രതീക്ഷയിലാണുള്ളത് കേട്ടോ. അപ്പോൾ ബോട്ട് പ്ലെയർ നമ്മളെ കണ്ടിട്ടുണ്ട്. പതിയെ കയറാൻ നോക്കുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പതിയെ കാട്ടിയും കൊണ്ട് കയറി വരാൻ നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ട് പ്ലെയർ നമ്മളെ പിന്നാലെ കയറി വരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ ചെയ്ത കാരണം നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ബോട്ട് പ്ലെയർ ഇവിടെ കയറി വന്നത് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലെയറിനെ കയറ്റേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കയറ്റേണ്ട കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ നോക്കണ്ട. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഒരു ബോട്ട് പ്ലെയറിന് എത്ര HP ആക്കാരം ഉണ്ടാവുക. അപ്പോൾ നമുക്കൊക്കെ 200 HP ആക്കാരം, പക്ഷേ ഒരു ബോട്ട് പ്ലെയറിന് 200 HP തികച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നോക്കിയ പ്രകാരം 120 ഡാമേജ് ഒക്കെ താങ്ങാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 38 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് 44 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് 45 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറിപ്പോയി 130 ഡാമേജ് വരെ ഒരു ബോട്ട് പ്ലെയർ താങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ 200 ഡാമേജ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞെക്കി പൊടിച്ചുകൊണ്ടൊന്നും എനിമിനെ ഒരിക്കലും ബോട്ടിനൊന്നും ഷൂട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തിനാ ബ്രോ ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ ഡാമേജ് കൊടുത്ത ശേഷം നമ്മൾ സ്കില്ല് യൂസ് ചെയ്യുകയാണെങ്കിലാണ് പെട്ടെന്ന് നമുക്ക് ബോട്ട് പ്ലെയറിനെ കില്ല് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഓറിയൻ ക്യാരൻ്റെ സ്കില്ല് വെച്ചുകൊണ്ട് കില്ല് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ പരീക്ഷിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ബോട്ട് പ്ലെയറിനെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. അപ്പോൾ വീണ്ടും ബോട്ട് പ്ലെയർ ആരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ട് പ്ലെയർ കയറി വരണം കേട്ടോ. അപ്പോൾ എവിടുന്നോ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഐക്കണോ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അവന് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. നേരെ നമ്മളെ ഗാർഡൻ്റെ അടുത്തേക്ക് പതുക്കെ കയറിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ ചെയ്യേണ്ട കാര്യം ഞാൻ ഓൾറെഡി കൊടുത്ത പോലെ തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഗ്യാപ്പ് ഇല്ലാതെ നിങ്ങൾ ഫസ്റ്റ് സൈഡ് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പ്ലെയർ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുണ്ടാവും നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് HP ലോസ് ആവേണ്ടി നിങ്ങൾ മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ നോക്കുക. മെഡിക്കറ്റ് നിങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത്രയും നിങ്ങൾ എടുക്കാൻ നോക്കുക കേട്ടോ. മെഡിക്കറ്റ് എന്തായാലും വേണം. അപ്പോൾ ആമോ അല്ലെങ്കിൽ പോലും മെഡിക്കറ്റ് എടുക്കാൻ നോക്കുക മാക്സിമം. അതുപോലെ തന്നെ ഇൻഹേലർ. അപ്പോൾ നമ്മൾ വെൻഡിങ് മെഷീനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഹേലർ നമ്മളെ FF ടോക്കൺ കൊടുത്ത് തന്നെ ഇൻഹേലർ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഹേലറൊക്കെ എത്ര ഉണ്ട് അത്രയും നമുക്ക് അഡ്വാൻറ്റേജ് ആട്ടോ. പെട്ടെന്ന് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു എനിമിനെ കയറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും നമ്മളൊരു ബോട്ട് പ്ലെയർ കൂടിയും കയറുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ആ സൈഡ് കൂടിയും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 സൈഡും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഓറിയൻ ക്യാരൻ്റെ സ്കില്ല് കുറച്ചുകൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടി ടൈറ്റ് നമ്മൾ ഗ്ലൂ വാൾ കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി അടുത്ത ഗ്ലൂ വാൾ കവർ ചെയ്ത സമയത്ത് എനിമീസ് തൊട്ടടുത്തായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്കില്ലോടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തു നോക്കുക. അപ്പോൾ ഓവറായിട്ടുള്ള ഒരു പൗതിയോളം ഡാമേജ് കൊടുത്തു നോക്കുക. അപ്പോൾ 2 എനിമീസിന് ഈക്വലായിട്ട് ഡാമേജ് കൊടുക്കാൻ നോക്കുക നമ്മളെ ഗണ്ണ് വെച്ചുകൊണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഒരു വട്ടം സ്കിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കാണുക. അപ്പോൾ രണ്ടാമത്തെ വട്ടം സ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഹേലറും ബോൺഫയറൊക്കെ യൂസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സ്കിൽ ബട്ടൺ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ എനിമീസ് ഡെഡ് ആയിട്ടില്ല കേട്ടോ. ബോട്ട് പ്ലേയേഴ്സ് ഡെഡ് ആയിട്ടില്ല. അപ്പോൾ അവന്മാർ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും 3ാമത്തെ വട്ടം നമ്മൾ സ്കിൽ യൂസ് ചെയ്യാൻ
ചെയ്യാൻ വേണ്ടി നമ്മുടെ ലാസ്റ്റ് ബോൺ ഫയറും അതുപോലെ തന്നെ നമ്മൾ 2 ഇൻഹേലറോട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ 3ാമത്തെ ഓറഞ്ച് ക്യാരൻ്റെ സ്കിൽ യൂസ് ചെയ്ത ടൈമിൽ നേരെ ഈ നമ്മുടെ മിഷൻ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ബോട്ടിന് നമ്മൾ കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓറഞ്ച് ക്യാരൻ്റെ സ്കിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ 2 ബോട്ട് പ്ലെയറും ഒരേ ടൈമിൽ ഡെഡ് ആവണം. അപ്പോൾ 2 ബോട്ട് പ്ലെയർ ആവണമെന്നില്ല, എനിമീസ് ആയാലും മതി. അപ്പോൾ എനിമീസ് പറയുമ്പോൾ വളരെയധികം ടഫായിട്ട് മാറും. ഇപ്പോൾ ബോട്ട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുന്ന അതങ്ങനെ നല്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ബോട്ട് പ്ലേയേഴ്സ് വരുന്നില്ല എന്നവരെ കമൻറ്റ് ചെയ്യാൻ മാക്സിമം ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അതിന് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ബോട്ട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അച്ചീവ് മിഷൻ്റെ പാർട്ട് 2 വീഡിയോ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിച്ച പോലെ തന്നെ പാർട്ട് 2 വീഡിയോസ് നമ്മുടെ ചാനൽ ഉടൻ തന്നെ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.